നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ക്യാഷ് പട്ടേൽ FBI ഡയറക്ടറായി. ഇന്ത്യക്കാർക്ക് അഭിമാനകരമായ ഒരു കാര്യം. ഇത്രയധികം അധികാരമുള്ള ഒരു സ്ഥാനം ഇന്ത്യക്കാർക്ക് ഇതേവരെ ലഭിച്ചിട്ടില്ല. ഇപ്പം സെനറ്ററോ കോൺഗ്രസ്മാനോ ഈവൻ വൈസ് പ്രസിഡന്റോ പോലെ ആയാലും ഇതുപോലുള്ളൊരു അധികാരം നേരിട്ടുള്ള ജനങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഈ അമേരിക്കയിലെ സ്ഥാപനങ്ങളുടെയൊക്കെ മേൽ അന്വേഷണത്തിനും നടപടിയെടുക്കാനും ഒക്കെ ശക്തമായ ഒരു അധികാരം ഇതുപോലെ മറ്റൊരു ഇന്ത്യക്കാരൻ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും അഭിമാനകരമാണ്. നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് FBI മേധാവിയായിട്ട് വരുന്നത്. FBI കൊണ്ട് നമുക്ക് വലിയ ദോഷങ്ങളോ ഗുണങ്ങളോ ഇല്ലെങ്കിലും അതിൻ്റെ തലപ്പത്തൊരു ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടും നമുക്ക് അഭിമാനമുണർത്തുന്നു. എന്തുകൊണ്ടും നമ്മുടെ വില ഇവിടെ വർദ്ധിപ്പിക്കുന്നു. നല്ലൊരു കാര്യം. ഇനി അദ്ദേഹത്തിൻ്റെ വിജയത്തെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനം മലയാളത്തിലെ ചൊല്ലാണ് ഞാൻ ഓർക്കുന്നത്. മുള്ളേൽ പിടിച്ചാലും മുറുകെ പിടിക്കണം. എവിടെ നിൽക്കുന്നു അവിടെ ഉറച്ചു നിൽക്കണം. അവിടെ പല്ലും നഖവും ഉപയോഗിച്ച് പിടിച്ചു നിൽക്കണം. അല്ലാതെ നമ്മൾ ഒഴുകി നടക്കാൻ പാടില്ല. ഇപ്പം ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ്. ഒഴുകി നടക്കുന്ന ഉരുളങ്കല്ല് അതേപോലെ പായൽ പിടിക്കില്ല. അപ്പം ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നാൽ ശരിയാവില്ല. നിൽക്കുന്നിടത്ത് നിൽക്കണം. അപ്പം അതുതന്നെയാണ് കാഷ് പട്ടേലിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ട്രംപിൻ്റെ ഒന്നാം ഭരണകാലത്ത് അദ്ദേഹത്തിന് ഏതാനും ജോലികളൊക്കെ കിട്ടിയിരുന്നു. ഈ പ്രതിരോധ വകുപ്പിൽ സെക്രട്ടറിയുടെ ചീഫ് ഓഫ് സ്റ്റാഫും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് സുരക്ഷാ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായും. പക്ഷേ അതിനുശേഷം സാമാന്യ നിലയിൽ ട്രംപ് അധികാരം പോയി കഴിഞ്ഞ് ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊരവസ്ഥയിലാണ് നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അന്നും കാഷ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉറച്ചു നിന്നു. എന്ന് മാത്രമല്ല, ട്രംപ് ഇലക്ഷനിൽ പരാജയപ്പെട്ടു എന്നത് അംഗീകരിക്കാനായിട്ട് വിസമ്മതിച്ചു. ട്രംപ് മാത്രമല്ല, കാഷ് പട്ടേലും അത് ശക്തിയുക്തം അതിനെ അംഗീകരിക്കാതിരുന്നു. അതിനു പുറമെ ഈ മറയലാഗോയിലും മറ്റും ഈ ട്രംപ് രഹസ്യരേഖകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് FBI അന്വേഷണം വന്നപ്പം അതിനെതിരെ അതിശക്തമായിട്ട് നിലകൊണ്ടത് കാഷ് പട്ടേലാണ്. അതുപോലെ തന്നെ ഈ റഷ്യ അന്വേഷണ കാലത്തും ട്രംപിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായി വാദിച്ച ഒരാൾ കാഷ് പട്ടേലായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉറച്ചു നിന്ന വ്യക്തിയാണ് കാഷ് പട്ടേൽ. അദ്ദേഹത്തിന് വേണ്ടി പറയുകയും സംസാരിക്കുകയും അതുപോലെ തന്നെ ഒരു വക്കീലായതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമകാര്യങ്ങളിലെല്ലാം ശക്തമായി അദ്ദേഹത്തിനൊപ്പം നിലകൊണ്ടു. പിന്നെ ഇലക്ഷൻ കാലത്ത് പ്രചാരണത്തിന് മീഡിയയുമായിട്ട് ഏതാണ്ട് 1000 മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ട്രംപിൻ്റെ സർവകേറ്റായിട്ട് മീറ്റിങ്ങുകളിൽ സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുത്തു. അപ്പോൾ എല്ലാ തരത്തിലും ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ട് മാറാനായിട്ട് കാഷ് പട്ടേലിന് കഴിഞ്ഞു. 44 വയസ്സേ ഉള്ളൂ. അതാണ് ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ഇതിലേറെ പ്രധാനപ്പെട്ട ഇതൊന്നും കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ FBI ഡയറക്ടറാക്കുന്നത്. അദ്ദേഹം ഗവൺമെൻറ് ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ഈ ഗവൺമെൻറ് തലപ്പത്തിൽ ആവശ്യമില്ലാത്ത ചെലവുകളും ആവശ്യമില്ലാത്ത ഉദ്യോഗസ്ഥരും ആവശ്യമില്ലാത്തൊരു ബ്യൂറോക്രസി നമ്മെ ഭരിക്കുന്നു. സർക്കാരല്ല ഭരിക്കുന്നത്, ബ്യൂറോക്രസി. അങ്ങനെ ഈ ഇലക്ട് ചെയ്യപ്പെടുന്ന പ്രസിഡന്റോ അല്ലെങ്കിൽ സെൻട്രൽ അതുപോലുള്ള ആളുകളല്ല ഭരിക്കുന്നത്. ഇങ്ങനെയുള്ള ആ ബ്യൂറോക്രസിയാണ്. അവരവരുടെ താല്പര്യത്തിന് വേണ്ടി തസ്തികകൾ ഉണ്ടാക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗവൺമെൻറ് ഒരു തരം ഗാങ്സ്റ്റേഴ്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി ഈ FBI ഒക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ FBI ഉപയോഗപ്പെടുത്തിയതാണ് ഈ റഷ്യൻ അന്വേഷണം. അതുപോലെ തന്നെ ജനുവരി 6 കലാപത്തിന് ശേഷം ഒത്തിരി പേർക്കെതിരെ കേസെടുക്കുകയും അവർക്കെതിരെ പലരും ജയിലിൽ പോകേണ്ടി വരികയൊക്കെ ചെയ്തത്. പിന്നീട് മറയലാഗോയിൽ രഹസ്യരേഖ കൊണ്ടുപോയി എന്നും പറഞ്ഞ് ഉള്ള അന്വേഷണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം FBI ചെയ്ത് ഭയങ്കര തെറ്റായിപ്പോയി. FBI ആസ്ഥാനം അവിടുന്ന് എല്ലാവരെയും പടിയിറക്കിയിട്ട് അതൊരു മ്യൂസിയം ആക്കി മാറ്റണമെന്നാണ് കാഷ് പട്ടേൽ പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ പ്രതികാരം ചെയ്യേണ്ട കുറേ പേരുടെ പേര് അദ്ദേഹം മുൻകൂട്ടി ലിസ്റ്റിലിടുകയും ചെയ്തു. കുറേ പേര് ഈ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മാത്രമല്ല പത്രക്കാരെയും എതിരാളികളുടെ ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പത്രക്കാർക്കെതിരെയും ഒന്നിനും മടിക്കില്ല എന്ന്. എന്തായാലും അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഓരോ സ്ഥലത്തു നിന്നും പ്രധാനപ്പെട്ട പത്രങ്ങൾ AP, ന്യൂയോർക്ക് ടൈംസ്, CNN ഇവരെയൊക്കെ അവിടെ നിന്നെല്ലാം കുടിയൊഴിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ഇവരെയൊന്നും ഈ ബ്രീഫിങ്ങിനും മറ്റേതിനും മറിച്ചതിനും ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഇവരൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പത്രമാണ് ഇവിടെ വേറെ ഉള്ളത് എന്ന് മാത്രമല്ല, ഇത്ര മീനായിട്ടൊരു അഡ്മിനിസ്ട്രേഷൻ ഇത്ര മീനായിട്ടൊക്കെ പെരുമാറാവും. നമ്മൾ ഇത്രയൊരു ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അന്തസ്സിലല്ലേ നിൽക്കേണ്ടത്. അല്ലാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും
അനുകൂലിച്ചില്ലെങ്കിൽ പിന്നെ അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞാൽ അത് ഡെമോക്രസി അല്ല, അത് ഓട്ടോക്രസിയും ഒക്കെ ആയിട്ട് മാറിപ്പോവും. രാജാവിനെ എതിരെ ഒന്നും പറയാൻ പാടില്ല, രാജാവ് പിന്നെ ഏറ്റവും ഭയങ്കരനാണ് സംഭവമാണെന്ന് പറയുന്ന രീതിയിലേക്ക് ജനങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അതിലൊരു അസാങ്കത്യമുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ എതിരെയുള്ള നിലപാടുകളൊന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ അതൊന്നും ഗുണം ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്. ഇപ്പോഴ് ട്രംപിന് ഏറ്റവും ജനപിന്തുണയുണ്ട് എന്ന് മാത്രമല്ല പല കാര്യങ്ങളിലും ശക്തമായ നിലപാടുകൾ എടുക്കുന്നു. ജനങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇടയിലും ധാരാളം ട്രംപ് ഭക്തരുണ്ട്. അപ്പോൾ ട്രംപ് ഭക്തർ അവർ ട്രംപിനെ വിമർശിക്കുന്നതോ ട്രംപിന് എതിരായ എന്തെങ്കിലും കാര്യങ്ങൾ വാർത്തകളിൽ പോലും വരുന്നത് അവർ അസഹിഷ്ണുതയോടെ കാണുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനോടുള്ള വിരോധം അത്രയൊന്നും നമ്മൾ ഇല്ലീഗൽ ഇമിഗ്രൻസിനോട് അത്രയൊന്നും വിരോധം നമുക്ക് ആവശ്യമില്ല. നമ്മളും ഇമിഗ്രൻസ് ആണ്, ഇല്ലീഗൽ അല്ലെങ്കിൽ നമ്മളും ഇമിഗ്രൻസ് ആണ്, അത് മറക്കേണ്ടതില്ല. ഇന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ വേണ്ടെന്ന് പറയുന്നു, നാളെ പറയുകയാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പൗരത്വം കിട്ടുന്നത്, ഞങ്ങളത് ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ പോവുകയാണ്, ഞങ്ങളത് ഇവിടെ പൗരത്വം കിട്ടിയതിന് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. ഇലക്ഷന് മുമ്പ് അങ്ങനെയും പറഞ്ഞു കേട്ടിരുന്നു. ഈ പ്രോജക്റ്റ് 2025 അങ്ങനെ ഒരു ക്ലോസ് ഓമറ്റ് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉള്ളവർക്ക് പൗരത്വം എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ പെർമനന്റ് റെസിഡൻസ് കിട്ടി, ഇങ്ങനെയൊക്കെ ഉള്ളതുകൂടെയൊക്കെ അന്വേഷിക്കാൻ പോയാൽ നമ്മളെപ്പോലുള്ളവരെയും അന്വേഷണത്തിൻ്റെ പരിധിയിലൊക്കെ വരും, നമ്മളുമൊക്കെ വിഷമത്തിലാവുന്ന അവസ്ഥ വരും. അതുകൊണ്ട് നമ്മളൊരു വയാമീഡിയ എങ്ങും തൊടാത്ത ഒരു നിലപാടെടുക്കുന്നതാണ് ആയിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇല്ലീഗലായിട്ട് മനുഷ്യർ വരുന്നു, അവർ ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ്. അവരിൽ 99%-ഉം 1% പേരാണ് അങ്ങനെ അല്ലാതെ വരുന്നത്, എന്തെങ്കിലും അക്രമങ്ങൾ കാണിക്കാനായിട്ടൊക്കെ വളരെ ചുരുക്കം പേര്. അപ്പം അങ്ങനെയുള്ളവർ ജീവിക്കാൻ ഇവിടെ സാഹചര്യം ഉണ്ടെങ്കിൽ നാട്ടിപ്പുറത്താക്കുന്നു എങ്കിൽ അവർ വരരുത് എന്ന് പറയുന്നത് ന്യായമായ രീതിയിൽ അവരെ പുറത്താക്കുന്നതിന് തെറ്റില്ല. പക്ഷെ നമ്മൾ കാണുന്നത് ഈ പുറത്താക്കിയ പലരും ഈ ഇറാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ വന്നവർ അവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ വന്നവരാണ്, അഭയം തേടി വന്നവരാണ്. അപ്പം അവരെയൊക്കെ അടിച്ചു ഓടിക്കുമ്പോൾ അത് എത്ര കണ്ട് ശരിയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഇന്ത്യയിൽ നിന്ന് വന്നവർ എന്ത് ന്യായങ്ങൾ പറഞ്ഞു വന്നാലും നമുക്കറിയാം അവിടെ ഇന്ത്യയിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടുന്ന് വരുന്നവരെല്ലാം പൈസയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് കരുതി വരുന്നവരാണ്. അതും അവിടുത്തെ പൈസ എല്ലാം ചെലവഴിച്ചിട്ട് വരുന്നവരാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈഡൻ ഭരണകൂടമാണ് ഇതിൽ വാസം പറഞ്ഞാൽ തെറ്റ് ചെയ്തത്. ഈ അതിർത്തി തുറന്നിട്ടിരിക്കുന്നു, നിങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നു, ഇതിലൂടെ വന്നിങ്ങ് കയറി പോകുന്നു എന്ന് പറഞ്ഞ് അത് ചെയ്തത് ശരിയാണോ? അങ്ങനെ ലോകം മുഴുവൻ അത് പബ്ലിസൈസ് ചെയ്തു, ലോകത്ത് നിന്ന് മുഴുവൻ ആളുകൾ വന്നു എന്നുള്ളതാണ് നമുക്ക് പറ്റിയ പരാജയം. അതിൻ്റെ പരാജയമാണ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു ഒരു കാര്യം. ഇനി കാഷ് പട്ടേലിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഗുജറാത്തികളാണ്. അവർ ഉഗാണ്ടയിലായിരുന്നു. ഇദി അമീൻ ഓടിച്ചപ്പം അവരെങ്ങനെയോ അമേരിക്കയിൽ എത്തിപ്പെട്ടു. അപ്പം ന്യൂയോർക്കിൽ ലോങ് ഐലൻഡിലാണ് കാഷ് പട്ടേൽ ജനിക്കുകയും വളരുകയും ചെയ്തത്. പിന്നെ ഒരു 10-12 വർഷം പബ്ലിക് ഡിഫൻഡറായിട്ട്, ലോ ഡിഗ്രിക്ക് ശേഷം 10-12 വർഷം പബ്ലിക് ഡിഫൻഡറായിട്ട് ഫ്ലോറിഡയിൽ പ്രവർത്തിച്ചു. പിന്നീട് ആണ് രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ സജീവമാകുന്നതും ഈ ട്രംപിൻ്റെ വിശ്വസ്തനായി മാറുകയും ചെയ്തത്. എങ്കിൽ കൂടി ട്രംപ് FBI ഡയറക്ടറായിട്ട് ആദ്യം ഉദ്ദേശിച്ചിരുന്ന മിസൂറി അറ്റോർണി ജനറലോ മറ്റാണ്. അദ്ദേഹം പക്ഷേ അതിനത്ര പറ്റില്ല എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നെ കാഷ് പട്ടേലിനെ നിയമിക്കുന്നത്. എന്തായാലും കാഷ് പട്ടേലിൻ്റെ പിന്നിൽ ട്രംപും അടിയുറച്ചു നിന്നു. കാഷ് പട്ടേലിനെയും അതുപോലെ തന്നെ തുളസി ഗബാർഡിനെയും, രണ്ടുപേരും ഹിന്ദുക്കളാണ്. അതിന് പുറമെ ഇത്തിരി സംഘപരിവാർ താല്പര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരെയും നിർബന്ധപൂർവം സ്ഥിരീകരിക്കണമെന്ന് ട്രംപ് ഉറച്ച നിലപാടെടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് തള്ളിപ്പോകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. എന്നിട്ടും രണ്ട് സെനറ്റർമാർ എതിർത്തു. ഇപ്പം കാഷ് പട്ടേലിൻ്റെ കാര്യത്തിൽ 2 സെനറ്റർമാർ, സൂസൻ കോളിൻസും അലാസ്കയിൽ നിന്നുള്ള ലിസ മർക്കോവിസ്കിയും, ഇവർ രണ്ടുപേരും എതിർത്തു. മിച്ച് മക്കോണൽ സാധാരണ നിലയിൽ മുൻ ലീഡർ, മജോറിറ്റിയും മൈനോറിറ്റിയും ലീഡർ. അപ്പോൾ അദ്ദേഹം സാമാന്യ നിലയിൽ എതിർക്കേണ്ടതാണ്, പക്ഷേ സംഭവം എതിർത്തില്ല. എന്ന് മാത്രമല്ല അദ്ദേഹം പ്രഖ്യാപിച്ചെന്താണെന്ന് വെച്ചാൽ 7 തവണയായിട്ട് സെനറ്ററാകുന്നു, ഇനി ഞാനില്ല, അടുത്ത വർഷത്തെ ഇലക്ഷനിൽ ഇല്ല എന്ന്, മത്സരിക്കുന്നില്ല എന്നാണ് 83-കാരനായ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും കാലം ഈ സെനറ്ററും മജോറിറ്റി ലീഡറും ഒക്കെ ആയിട്ട് വേറെ ആരും ഇരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൂടി എതിർത്തിരുന്നെങ്കിൽ 50-50 വോട്ടായേനെ. 50-50 ആയി കഴിഞ്ഞാൽ
വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ കാസ്റ്റിംഗ് വോട്ടോടുകൂടി എങ്ങനെയായാലും കാഷ് പട്ടേൽ ജയിക്കുമായിരുന്നു. അങ്ങനെ കാഷ് പട്ടേലിന്റെ സ്ഥിരീകരണം എന്തായാലും ഉറപ്പിച്ചു. നമുക്കൊരു FBI ഡയറക്ടറെ കിട്ടിയിരിക്കുന്നു, അഭിമാനിക്കാനുള്ള വകയുണ്ട്. എന്തായാലും ഈ FBI പോലീസും ഒക്കെ വരുമ്പോൾ ധൈര്യപൂർവ്വം ഒന്ന് നോക്കിയാൽ നമ്മുടെ കാഷ് പട്ടേലിന്റെ ആളാണെന്ന് പറയാൻ മടിക്കണ്ട, പറയാൻ പറ്റുമെങ്കിൽ.